السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. قال رسول الله صلى الله عليه وسلم: إنه من لا يرحم لا يرحم. There is he who does not show mercy towards his children, no mercy would be shown to him. ബഹുമാനീയരായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSF സാഹിത്യോത്സവത്തിന്റെ മഹത്തായ ഈ വേദിയിൽ കുട്ടികളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നേതാവായ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് വളരെയധികം സ്നേഹവും ദയയും കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ സമൂഹമടക്കം അൽ അമീൻ എന്ന സുന്ദരമായ പേര് വിളിച്ച് അംഗീകരിക്കപ്പെട്ട ഒരു കുട്ടിക്കാലം ആ പ്രവാചകൻ ഉണ്ടായിരുന്നു. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പും അതിനുശേഷം പ്രവാചകൻ കുട്ടികളെ പെരുമാറിയത് അവരുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയാണ്. പ്രവാചകൻ നമ്മുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പറ്റി പറഞ്ഞത് children are gift from Allah എന്നാണ്. മറ്റൊരു വശത്തിൽ പ്രവാചകൻ പറഞ്ഞത് children are blessing from Allah എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ കുട്ടികളെ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവരെ കയ്യിലെടുക്കുകയും അവരോടൊപ്പം കളിയിൽ ഏർപ്പെടുകയും അവരെ ചുംബിക്കുകയും അവരോടൊപ്പം കളിയിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു. കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ലെന്നും അവരെ ഉപദ്രവിക്കരുതെന്നും അവരോട് കരുണ കാണിക്കണമെന്നും പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. ഇന്നഹു മൻ ലാ യർഹമു ലാ യർഹമു. കുട്ടികളോട് കരുണ കാണിക്കാത്തവരോട് അല്ലാഹു ഒരിക്കലും കരുണ കാണിക്കുകയില്ല. കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി തലോടാറുണ്ടായ പ്രവാചകൻ ഒരിക്കൽ തന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിലിരുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, നീ ഇവരോട് കരുണ കാണിക്കണമേ. കുഞ്ഞുമക്കളുടെ കവിളുകളിൽ താലോടാറുണ്ടായ പ്രവാചകൻ വാഹനത്തിന്റെ മുൻപിലും പിറകിലുമായി ഇരുത്തി സ്വന്തം പുറത്തിരുത്തിയും കളിപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ മദീന പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ വരവേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർ പ്രവാചകൻ സുജൂദിലായിരിക്കെ തോളത്ത് കയറിയിരിക്കുകയും അപ്പോൾ പ്രവാചകൻ അവർ ഇറങ്ങുന്നതുവരെ സുജൂദ് ദീർഘിപ്പിക്കുകയും ചെയ്തത് പ്രവാചകൻ കുട്ടികളോട് കാണിച്ച കാരുണ്യത്തിന്റെ മാതൃകയാണ്. യുദ്ധവേളയിൽ പോലും കുട്ടികളെ ഉപദ്രവിക്കരുതെന്നും അവരെ സംരക്ഷിച്ച് അവരോട് കരുണ കാണിക്കണമെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. ഇങ്ങനെ കുട്ടികളോടൊപ്പം കളിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്ത മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.